Hey, Raga bro, come on. Yo. Come on. Yo. Smart bro. Come on. Okay. 90 വയസ്സ് കഴിഞ്ഞിട്ടും മരിക്കാത്ത അച്ഛനെ മകൻ ശ്വാസം മുട്ടിച്ചു കൊന്നു. പുറത്തു പത്രം വായിച്ചുകൊണ്ടിരുന്ന അച്ഛനെ മകൻ സ്നേഹത്തോടെ അകത്തു വിളിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു. എന്തേ എന്തിനീ തണുപ്പത്ത് വന്നിരിക്കണേ? അകത്ത് വന്നിരിക്കേ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. അകത്തൊന്നും ഇരിക്കില്ലേ? അതെന്തേ? എന്താ പത്രത്തിൽ ഓരോ വാർത്തകളെ. എന്താ വാർത്ത? അച്ഛന്റെയും മക്കളുടെയും സ്നേഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുക ഓരോന്നില്. ആരും വിശ്വസിക്കാൻ പറ്റില്ല. വായിച്ചോ. ശരി, പഞ്ചസാര ഇട്ടില്ലേ മോളെ? ഇല്ല, പഞ്ചസാര ഇടാത്തതാണ് അച്ഛൻ്റെത്. അതാണ് ഇത്. ചില സമയത്ത് ഓരോ ആഗ്രഹങ്ങളല്ലേ. എന്നോട് കഴിഞ്ഞ ദിവസം പറയണേ, ക്രീം ബിസ്ക്കറ്റ് ഇല്ലേ പരസ്യത്തിൽ കാണുന്നത്, അത് വേണമെന്ന്. എന്തിനെങ്ങനെ തിളച്ചതെടുത്തോണ്ടിരുന്നത്? ചൂട് വേണമെന്ന് പറയുകയും ചെയ്യും. ശീതളേട്ടാ അവന്റെ മാട്രിമോണി കൊടുത്തതൊന്ന് നോക്കാൻ പറയും. മോന്റെ. എനിക്ക് അവന്റെ കല്യാണം കാണണമെന്നുണ്ടോ? തന്നെ അവന്റെ കല്യാണം കാണണമെങ്കിൽ നീ സ്വർഗത്തിൽ പോകേണ്ടി വരും. എന്താ അല്ലാതെ എന്തെന്ന് ഞാൻ പറയാം. ആദ്യം അവന്റെ കോലം മാറ്റാൻ പറയും. എന്നിട്ട് വേണ്ടേ? നേരെ വരുമ്പോ പഞ്ചായത്ത് കിണറ് കാണും. അവിടെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ലെഫ്റ്റിൽ കാണുന്ന ഫസ്റ്റ് വീട്. ഞാനിവിടെ ഉണ്ട്, ഇങ്ങനെ പോര്. എന്താ അപ്പൂപ്പ ഇതൊരു അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യാൻ കണ്ടിട്ട്? എന്ത് വേഷാണത്? ഷെഡ് വരെ കാണുന്നുണ്ടല്ലോ. എന്ത് ഈ വഴുത്തിന് കുഴപ്പം? എടാ മോനെ, ഇവിടെ മാത്രം അമ്മ ഒന്ന് തുന്നിത്തരാ കൈ കൊണ്ട്. നടക്കും അമ്മ ഇത് 10-15,000 രൂപ വിലയുള്ള പാന്റാണ്. ഇത് തുന്നി വെക്കണ എന്തിനാണ്? ഇങ്ങനെയാണ് പുറത്തേക്ക് പോണത്. അമ്മ, ഞാൻ ജോലി കിട്ടിയപ്പോ തന്നെ പറഞ്ഞില്ലേ. എടാ, നിനക്ക് ജോലി കിട്ടിയപ്പോ മുതൽ ഈ പാന്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയും കീറിക്കൊണ്ടിരിക്കുകയുള്ളത് എന്ത് ജോലിയാ അത്? അച്ഛ, ഇത് പുതിയ ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. ഇത് മാർക്കറ്റ് ചെയ്യണ കമ്പനിയിലാണ് എനിക്ക് ജോലി. അപ്പൊ ഞാനും ഇത്തിരി മോഡേണും ഫാഷനും ഒക്കെ ആകേണ്ടി വരും. എന്നാൽ ഇത് ഇത്തിരി കൂടുതലാടാ കുട്ടിയെ. ഇത് അപ്പൂപ്പൻ കാണാനായിട്ടാണ്. ഇതിലും വലിയ ട്രെൻഡാണ് ഇപ്പൊ ഉള്ളത്. എന്റെ 2-3 സുഹൃത്തുക്കൾ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ വഴി പറഞ്ഞു കൊടുത്താണ് ഞാൻ. എന്താ സർത്ത സൂടായിരുന്നു ഇറങ്ങി വന്ന മപ്പും. അത് ആ പല്ല് പോയ ചങ്ങായിയുടെ കോലം നോക്ക്. അതെ, തറവാടികളാണ് അമ്മച്ചി. അമ്മ, അച്ഛ, അപ്പൂപ്പ. കൂടെ ജോലിയാണ്, ഡിസൈനറാണ്. ഞാൻ ഡിസൈൻ ചെയ്താണ്. നല്ലതാ, സൂപ്പറായിട്ട് കൊള്ളാത്ത നന്നായിട്ട്. ആദ്യം അവിടെ പോയിട്ട് കൊടുക്കണം. നീ എടുക്കണ എടുക്കട്ടെ.
ഭക്ഷണം പോയി. കഴിക്കാതെയാണ് പോയത്. प्यारी मादा रोद जॉनसन मास ഉണ്ണി प्यारी വന്നു. ഉണ്ണി എന്റെ ക്ലാസ്മേറ്റ് ആണ്. പക്ഷേ നമ്മളെ കാണുന്നില്ല ഇങ്ങനെ. ആ, ഇതൊക്കെ കളയടാ. അയ്യോ അച്ഛൻ ചീത്ത പറയും. ആ നീ അച്ഛന്റെ ചീത്ത എങ്ങോട്ട് प्यारी നിന്റെ ഫ്രണ്ടാണ് എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇങ്ങനെ നമുക്ക് പോകാതെ ഇപ്പൊ ഞാൻ അടുപ്പിക്കാറില്ല. ആ പ്യാരി എടാ ഇങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ ആവി ചില്ല് ചെയ്യണം. തിള്ളി ചേർന്ന് ആഗ്രഹമുണ്ടോ? അച്ഛൻ ചീത്ത പറയും. അവിടെ സുമേഷ് ഭായി, രാഘു ഭായി ഒക്കെ ഉണ്ടാകത്ത്. നമ്മളെ ഫ്രണ്ട്സ് അതെ എനക്ക് ഞാന് റേഷൻ കടി പോയിട്ട് വരുന്ന ആ പഞ്ചാരി ഇല്ല പച്ചരി ഇല്ല. അതല്ലെങ്കിൽ എന്താ മഴയുണ്ടല്ലോ ബ്രോ നമ്മുടെ ലൈഫ് ജീവിതം ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഒറ്റ അത് അടിച്ചു പൊതിക്കണം. അത് വേണമെന്നുണ്ട്. ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ആ. ഇതെല്ലാം മാത്രം കുപ്പായെല്ലാം മാത്രം നല്ല അടിപൊളി സെറ്റപ്പ് ഞാൻ ആക്കി തരാം. ആ മന്മു ഇവിടെ നമുക്ക് മാറ്റിയെടുക്കണം. അടുത്ത ഫ്രണ്ട് അല്ലേ ആ. ഒരു 5 റുപ്യക്ക് സെറ്റാക്കും. 5 രൂപക്ക് സെറ്റ്. 5 റുപ്യക്ക് നമുക്ക് തേങ്ങ കുറിക്കാനുണ്ട്. തേങ്ങ മാങ്ങിയ പതിച്ചോ. ആയിക്കോ, നീ 5 രൂപ മന്മുവിനെ ഏൽപ്പിക്ക്. നിന്നെ നമ്മളെ ആയിക്കോട്ടെ എനിക്ക് വേണം പ്യാരി വേണം വന്നോട്ടാ. ആയിക്കോട്ടെ അളവ് നോക്കട്ടെ. അത് അളവ് അയ്യോ അരിസഞ്ചി അരിസഞ്ചി പോകാൻ പറ. അരിയൊക്കെ അച്ഛൻ പോയി മേടിക്കട്ടെ ഉണ്ണി. നമുക്ക് ഇല്ല ചെയ്തതാ അങ്ങോട്ട് വാ പോണ്ടേ. അതാ വരുന്നു 5 മണിക്കാണ് മീറ്റിംഗ് ആടെ. കഴിഞ്ഞു എന്താ ഇപ്പൊ കൃഷിപ്പണിയാ? കൃഷി നോക്കുക. ഒന്നും പറയണ്ട. ഇവനെ എന്താ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ട് ആ ഒരു കാര്യം. ഇപ്പൊ ഇതിന്റെ പണിയൊക്കെ ഇപ്പൊ എനിക്കും അവൾക്കും കൂടിയാണല്ലോ. ഇപ്പൊ ഈ പറമ്പ് നോക്കലും വീട്ടിലെ പണി ഒരു കാര്യത്തിന് ആ ചെക്കനെ കിട്ടില്ല. അപ്പൊ എനിക്ക് പറഞ്ഞൂടോ അവനോട്. എന്തെന്ന് പറയാ? നീ എത്രന്ന് വെച്ചിട്ടാ പറയാൻ പോയി? അല്ലെങ്കിൽ ഇപ്പത്തെ കുട്ടികളൊന്നും ഒരു കാര്യത്തിനും കിട്ടൂലപ്പാ. നാണില്ലാത്ത ഒരു ജന്തു. അല്ല അവന്റെ വേഷവിധാനം ഇപ്പൊ ഭയങ്കര മോശമാണ്. അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കല്ലേ. അത് പറയുമ്പോ ഉണ്ടല്ലോ അതൊക്കെ എന്റെ കയ്യും കാലും കൊണ്ട് അരച്ചിട്ട് കേറി. അല്ല നമ്മളെ കാലത്തൊന്നും ഇങ്ങനെ ഒരു ദുശീലൊന്നും നമ്മളെ ഇല്ലായിരുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മള് കൊത്തങ്കല്ല് കളിക്കുക, ഒളിച്ചോടി കളിക്കുക, ചുള്ളിയും ബാറ്റും കളിക്കുക, ഇതൊക്കെ അല്ലേ നമ്മളെ കളി. അങ്ങോട്ട് നടക്കുക പറഞ്ഞോട്. അതൊക്കെയാണ് കൂട്ടത്തിലുള്ള ആൾക്കാർ. ശീതള ഇതെന്താ അത് കോല ഒന്ന് നോക്ക്. മക്കളൊന്നില്ലെങ്കിൽ ഇല്ലാന്നല്ലോ കേട്ടോ. ഇതിപ്പോ ഈ ജാതിയുള്ള പരുവത്തിലൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർന്ന്. നിന്റെ ചെക്കല്ല ആ കുരുത്തം കെട്ട പ്യാരി അവന്റെ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ കോലം കെട്ടി നടക്കണത്. അവനാണ് ഇവനെയും കൂടി ഈ പരുവത്തിലാക്കണത്. ഞാൻ തേങ്ങ വിറ്റ് കൊണ്ടുപോയിട്ടുള്ള ഒരു 10,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അത് അലമാരയെ കൊണ്ടുവച്ചതാണ്. ഞാൻ കാണാതെ ആ പൈസ അടിച്ച് കൊണ്ടുപോയി അടിച്ച് നിന്റെ തലയെ പൊട്ടിക്കും. എന്ത് കോലാണ്ടത് ഇത്? എന്താ ഞാൻ എനിക്കെന്താ ഈ ടൗസർ ഊരിട്ട് തലയിലിട്ടുടക്ക്? അത് തന്നെ. എടാ കുട്ടികള് എന്താ നിങ്ങളുടെ ധാരണ? എന്താ നിങ്ങളുടെ കോലം? എന്ത് കോലം? എന്തെന്ത് കോലത്തിനായി? എന്റെ ശീതളം ബ്രോ അല്ല ശീതളം മാമ, എന്റെ മൊയ്തുക്ക, എന്റെ അച്ഛ, ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടാ. നിങ്ങളെ കാലഘട്ടമല്ല ഇത്, പുതിയ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇതാണ് ട്രെൻഡ്. ഇത് ഞാൻ ചെയ്തിട്ടു. ഇതാണ് എന്റെ ട്രെൻഡ്. ഇവിടെ പോയിട്ടാണ് ഈ തലോട്ടേക്ക് ഇത്രയും സംഘടിപ്പിച്ച. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടോ, ഇനി എന്ന് കുറവില്ലേ? നിങ്ങളുടെ ചത്താൽ ഇതല്ലേ? അല്ലേ ഇതല്ലേ ഞാൻ ഇട്ടിനി? സത്യമായിട്ട് നിങ്ങൾക്കൊന്ന് കൊടുത്തുവിടുന്നു. എന്താ ചെയ്യാൻ? ഞാൻ എത്രയായി പറയണ എന്റെ മൊയ്തോ. ഈ കോലത്തിൽ നടന്ന ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണി തരുമോ? പെണ്ണ് കാണാൻ പോകാൻ പറ്റുമോ? അതെ, നാളികേരം വിറ്റ പൈസ എടുത്തിട്ടാണ് ഈ തേങ്ങയിലെ പരിപാടി ചെയ്തിരുന്നത്.
അച്ഛ ഒരു ഉറുക്കും കൂടി മേടിക്കണം, അതിന് കുറച്ച് തേങ്ങ വിറ്റ് എനിക്ക് തേങ്ങ പൈസ. ഒന്നും കാര്യമില്ല, തല്ലിയിട്ടൊന്നും ഏച്ചില്ല. അത് അവന്റെ തലമുടി നോക്കിയതണ്ട, അവൻ ആകാശത്ത് മഴവിലുണ്ടാക്കണ ഇവനാന്ന് വിചാരിക്കും. മൊയ്തുക്ക ആ പോട്ടെ, നിങ്ങൾക്ക് അത്ര വിവരം വിദ്യാഭ്യാസം ഇല്ല. ഞാൻ വിവരം വിദ്യാഭ്യാസം എന്റെ അമ്മ അവരോട് പറയാന്ന്. ഇതൊന്നും പറഞ്ഞ് ശരിയാക്ക്. അച്ഛൻ വീട്ടിൽ സ്വയം തരുന്നില്ല, ഞാൻ ഇടയ്ക്ക് നാട് വിട്ടു പോകും. ഇജ്ജ് നാട് വിട്ടു പോകാനോടാ നല്ലത്. അതന്നെ നല്ലത്. എടാ കുട്ടിയെ ചുരുങ്ങിയ പക്ഷം അവനവന്റെ ദേഹത്തേക്ക് ഇടാനുള്ള സാധനങ്ങളോ ആ തലയിൽ പെയിന്റ് അടിക്കാനുള്ള കാശെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ടാ. അല്ലാണ്ട് അച്ഛൻ നാളികാരം വിറ്റ കാശ് എടുത്തിട്ടാ ചില കഴിക്കാം. എന്റെ ശീതളം അമ്മാമ ഒറ്റ കാര്യം മനസ്സിലാക്കണം. ഇതിനു മുമ്പ് എന്നാ മീൻ വെക്കുന്ന മാതേട്ടി, തേങ്ങ ഒരിക്കുന്ന അമ്പോട്ടൻ, ബാർബറിലെ ലക്ഷ്മണേട്ടൻ ഇവരെല്ലാം മൈൻഡ് ചെയ്യില്ലു. ഉണ്ണീന്ന് വിളിച്ചാലായി. ഇപ്പോ ഒന്ന് വൈരെ നടന്നോക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക അച്ഛാ. എനിക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം മുമ്പ് 10-15 ആളാണ് എന്നെ ഫോളോ ചെയ്യല്. ഇപ്പൊ എനിക്ക് 1000, 2000, 3000, 15,000 എത്ര പെണ്ണുകളാണ്. പള്ളറിയണ എന്റെ വയറ് നിറയ്ക്കാനുള്ള ഇന്ത്യയിൽ കൊണ്ടുതരുമോ? ശീതള, മക്കളില്ലായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉരുളി കമഴ്ത്തിയിട്ട് കിട്ടിയ മുതലാ അത്. ഇപ്പൊ കിണ്ടിയോണ്ട് അടിച്ചു കൊല്ലാനാ തോന്നുന്നു എനിക്ക്. കേട്ടാ, സ്വന്തം അച്ഛനാ പറയുന്നു. അച്ഛൻ അത്രേ പറഞ്ഞുള്ളൂ, ഞാനാണ് ചെയ്ത് കാണിച്ചു തരേനി. ചെയ്യോ ഞാൻ കള്ള പറയുന്നു. അച്ഛൻ അത്രേ പറഞ്ഞുള്ളൂ, ഞാനാണ് ചെയ്ത് കാണിച്ചു തരേനി. ചെയ്യോ ഞാൻ കള്ള ചോറേ. അച്ഛൻ മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നു. എന്തൊക്കെ ഇന്റെ തന്ത കച്ചറ എടാ നീയോ നശിച്ചു. ഈ അയൽപക്കത്തുള്ള സകല കുട്ടികളെ നശിപ്പിക്കാനുള്ള പരിപാടിയാണോ നീ? ആണോ? എന്തി പറയണേ? എടാ എന്താ ഈ ചെക്കന്റെ കോലങ്ങനെ ആക്കിയെടുത്താരാ? സൂപ്പർ അല്ലേ? എന്തൊക്കെ കോല ഈ ചെക്കനെ കാണിച്ചേ? എന്റെ അച്ഛൻ അവൻ വന്നിട്ട് എനിക്ക് ട്രെൻഡ് ആകണോന്ന് പറഞ്ഞ് ഞാൻ അവനെ ഈ കോലത്തിലാക്കി കൊടുത്ത. അതിലിപ്പോ എന്തൊരു തെറ്റ്? അവനെ നീ ട്രെൻഡ് ആക്കിയതല്ലേ? ഈ പാവം കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ 10,000 ഉറുപ്പിക ചെലവാക്കിട്ടാ. അതിനിപ്പൊ അഭിമാനിച്ചൂടെ? ഉണ്ണിയുടെ അച്ഛനാന്ന് പറഞ്ഞ അഭിമാനിച്ചൂടെ? തിന്നണ്ട പൈസയാണത്, തിന്നണ്ട പൈസയാണ്. ആ പൈസയാണ് ഈ കോലത്തിലാക്കി വെച്ചത്. അതെ, നിങ്ങൾ അങ്ങനെ ഇതിപ്പത്തിന് ദേഷ്യപ്പെടാൻ എന്തോ ഇരിക്കുന്നത്. ഇത് ഉണ്ണി വന്ന് നമ്മുടെ നിസ്സംഗതം പറഞ്ഞു. ഉണ്ണിയെ അയലോക്കത്തുള്ള ആരും കണ്ടിട്ട് മൈൻഡ് ചെയ്യാനില്ല, ചിരിക്കണില്ലാണ്. ഇപ്പൊ ഇതിങ്ങനെ മാറ്റം വന്നപ്പോ എല്ലാരും കണ്ടാ ചിരിക്കണുണ്ട്. ഉണ്ണിയെ കണ്ടാല് ആളൊക്കെ ചിരിക്കും. ഞങ്ങളും പഴയ കാലത്തൊക്കെ ഈ വാഴത്തോട്ടത്തില് കോലം വെച്ച് കണ്ട് ഞങ്ങൾ ചിരിച്ചിരുന്നു. നിങ്ങളെ റോട്ടിൽ കണ്ട് ചിരിക്കണം, അത്രേ ഉള്ളൂ. ഈ കോലക്കട് കണ്ടിട്ടാണ് ചിരിക്കുന്നത് ആളുകള്. എന്റെ അങ്കിള് എന്തിനാണ് ഞങ്ങൾ ഇത്തിരി വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കാൻ നിങ്ങൾ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കും. എന്താ ഇതിനൊരു കുഴപ്പം? എടാ ഇത് ഈ ഷെഡൊക്കെ പാന്റിന്റെ അടിയിലല്ലോ, ഇതെന്താ പുറത്ത് വന്നത്? ഇതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഞാനിത് ഇങ്ങനെ ഇട്ടുണ്ട്, നിങ്ങൾ കണ്ട് നാട്ടുകാർ കണ്ട് എനിക്ക് അഭിപ്രായമുണ്ട്. നിങ്ങൾ ഇപ്പൊ ഇട്ടിട്ടുണ്ടായില്ലേന്ന് അങ്ങനെ അറിയാൻ പറ്റും. ചെക്കൻ ഈ ജാതി വർത്താനം പറഞ്ഞ അല്ല അങ്ങളെ 450 രൂപ ജത്തി ഇരുന്ന് വേറെ ഏത് ചെറുക്കുണ്ട് ഈ പലിശ എടുത്ത്? അങ്കിളിന് ഗമയല്ലേ? അഭിമാനിച്ചൂടെ? അഭിമാനമല്ല മോനെ, അപമാനാണ് മൂപ്പര്. എന്ത് മനുഷ്യന്മാരാണ് ഇവരൊന്നും അപ്ഡേറ്റ് ആവുന്നില്ല. അതേതാ ഇപ്പൊ വേണ്ടത്? അപ്പൂപ്പ നിങ്ങൾക്കിപ്പോ ഇവരെ ഉപദേശിക്കാൻ എന്താ കഥയുള്ളത്? 30 വർഷങ്ങൾക്ക് മുമ്പ് നീ ബോംബെന്ന് ഒരു വരവ് വരെ ഉണ്ടായി. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? സത്യശീലൻ ബോംബെ അല്ല ഇതെന്തായത്? ബോംബെ ശരിക്കും ബോംബെക്കാരനായിട്ടുണ്ട് കേട്ടാ. എടാ നമ്മളൊക്കെ ഒരു 6 മാസം അവിടെ നിന്നാണല്ലോ, ഈ രൂപത്തിലാവും. ശരിക്കും ബോംബെയിലെ എവിടെയാണ്? ബോംബെയിൽ കല്യാണം. അവിടെ നമ്മുടെ ദാമോദർജീനെ കണ്ടിട്ടുണ്ടോ?
സിനിമയിലെ കാര്യം പറഞ്ഞ പിശാച് ഇപ്പോഴും ഇത് മാറ്റിയിട്ടില്ല അല്ലേ? ഇത് എന്ത് സാധനം കണ്ട് നെയ്യ് പൊരിച്ചാണത്. അല്ല ഇതൊന്നും നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇല്ല. ട്രെൻഡ് ഇതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ. ഇതൊക്കെ അവിടെ ഔട്ട് ഓഫ് ഫാഷൻ ആണല്ലേ? പിന്നെ ഇപ്പൊ നമ്മളിപ്പോ അവിടെ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ എത്തും. എത്തും. നീ ഒരു കാര്യം ചെയ്യണം. ഇനി തിരിച്ചു പോകുന്ന സമയത്ത് ഇതിവിടെ ഇട്ടിട്ട് പോകണം. എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം അടിക്കണം. അതിന് ഞാൻ തിരിച്ചു പോകണല്ലോ. തിരിച്ചു പോണില്ലേ? നീ പോണില്ലേ? പോണില്ലടാ. അതിന്റെടാ ഇവിടെ മണ്ടുവിനെ കാണാതെ എനിക്ക് നിൽക്കാൻ പറ്റണത്. ഞാൻ കൊറേ നോക്കി, പക്ഷെ രക്ഷയില്ല. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടായി ശരിയാവില്ല. സംസാരിച്ചേ. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിലേ നീ ഇന്ന് അവളോട് കാര്യം തുറന്നു പറയണം. നോക്കട്ടെ, ഇന്നെങ്കിലും പറയണം. ഇനി കാണുന്നു, പ്രേമം തുറന്നു പറയുന്നു, അപ്പൊ തന്നെ കല്യാണം നടത്തുന്നു. താലിയൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അവിടെ കെട്ടിയാ മതി. ഇതുണ്ടോ? നിന്റെ വർത്തമാനം ഉണ്ടല്ലോ. പറഞ്ഞ് നാക്കെടുത്തില്ല ആളെ വരണം. ആളൊന്നു മോനെ അപ്പൊ ഒറ്റയ്ക്ക് ഡീൽ ചെയ്ത് ഞങ്ങൾ മാറാം. നിങ്ങൾ പറഞ്ഞോ. താലി വേണോ? താലി വേണോ? താലി മണ്ടു, താലി മണ്ടു, എപ്പോഴാ വന്ന്? ഞാനിന്ന് എത്തിയൊന്നുമില്ല. ഹിന്ദി സിനിമയിലെ പോലെ ഉണ്ടല്ലോ ഉടുപ്പൊക്കെ. ഉടുപ്പ് മാത്രമേ ഉള്ളൂ ബോംബെയിലെ. മനസ്സൊക്കെ കേരളത്തിൽ തന്നെയായിരുന്നു. ഞാനൊരു 3 കത്ത് എഴുതിയിരുന്ന് കിട്ടിയിരുന്ന. ഇല്ല, അത് ചിലപ്പോ അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അച്ഛൻ കീറി കളഞ്ഞുണ്ടാവും. അയ്യോ, ഞാൻ എല്ലാ കാര്യവും അതില് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ പോന്ന്? ലീവിലാ? ലീവൊന്നുമല്ല, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല മണ്ടുവിനെ കാണാതെ. എനിക്കിനി മണ്ടുല്ലാതെ പറ്റില്ല. മണ്ടു, ഞാൻ അയ്യോ അച്ഛൻ മണ്ടു ചെത്താൻ കുട്ടപ്പോ അച്ഛൻ സൈക്കിള്